പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് എങ്ങനെ ഒരു ധനികനായി റിട്ടയർ ചെയ്യാം? ആദ്യം വേണ്ടത് ഡിസിപ്ലിനാണ്. ഈ ഡിസിപ്ലിൻ എങ്ങനെ നമുക്കുണ്ടാക്കിയെടുക്കാം? നമുക്ക് ഓരോ രൂപയും ചിലവാക്കുമ്പം ആ രൂപയ്ക്കൊരു വിലയുണ്ടാക്കിയിരിക്കണം. അതിൻ്റെ ഒരു എവറി റുപ്പി സ്പെൻഡ് വി ഷുഡ് ഹാവ് എ പ്രൈസ്. ആ ഒരു രൂപ ചിലവാക്കുന്നതിന് നമ്മളൊരു വില അതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ, മാസങ്ങളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 3 മാസങ്ങളിൽ ഞാൻ എന്ത് ചിലവാക്കി, ആ ചിലവാക്കിയത് വേണമായിരുന്നോ വേണ്ടായിരുന്നോ, വളരെ ക്രിട്ടിക്കലി എസെൻഷ്യലായിട്ടുള്ള കാര്യമാണോ, നമുക്ക് ഡെഫിനറ്റ്ലി ചെയ്യേണ്ടതായിട്ടുള്ള നീഡ് ടു ഡു ആണോ, അവോയ്ഡബിൾ ആണോ, ഇങ്ങനെ ഒരു അനാലിസിസ് എടുക്കണമെങ്കിൽ നമ്മൾ ട്രാക്ക് ചെയ്യണം. അവ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുക, എന്തിനു വേണ്ടി നമ്മൾ ചിലവാക്കി. അപ്പോൾ അതാണ് ഫസ്റ്റ്. രണ്ടാമതായിട്ട് നമുക്കൊരു കണ്ടിജൻസി പ്ലാൻ വേണം. എന്താണ് നമുക്കൊരു എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണ്, നമുക്കൊരു ഏണിംഗ് കപ്പാസിറ്റിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി കണ്ടിജൻസി ഫണ്ട് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. ഒരു 6 മാസത്തേക്കെങ്കിലും നമുക്ക് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എസെൻഷ്യലായിട്ട് വേണ്ട, ക്രിട്ടിക്കലായിട്ട് വേണ്ട ചിലവുകൾ എന്താണ്, അതിനെ 6 കൊണ്ട് ഗുണിക്കുക. അതാണ് നമുക്കൊരു മാസം 20,000 രൂപയാണ് മസ്റ്റ് ഹാവ് എന്ന് പറയുന്ന ജീവിക്കാൻ വേണ്ടിയുള്ള പൈസ. അതിനകത്ത് വാടക ഉണ്ടാകാം, അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബിൽസ് ആകാം, ആഹാരത്തിൻ്റെ ചിലവാകാം, ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ആകാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ മാക്സിമമായിട്ട് അതിൻ്റെ ഒരു 6 ടൈംസ് നോക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് വേണ്ട ആ ഒരു എമർജൻസി ഫണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ സേവ്, ഒരു കമ്പൽസറി ആയിട്ടൊരു സേവിങ്. അപ്പോൾ ഇപ്പോൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നും മറ്റുമൊക്കെ പറഞ്ഞ ഒരുപാട് രീതിയുണ്ട്. പക്ഷേ നമ്മുടെ വളരെ പഴയ ഇതിൽ തുടങ്ങിയാൽ പോലും, അതായത് ഒരു റിസ്ക് ഫ്രീ ആയിട്ടൊരു റെക്കറിങ് ഡെപ്പോസിറ്റ് മുതൽ ഒരു സേഫായിട്ടുള്ളൊരു ചിട്ടിയിൽ ചേർന്ന് ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കുന്നത് വരെയുള്ള പല ഉപാധികളും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നാലാമത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് ഒരു ബിഞ്ച് സ്പെൻഡിങ്. ഇന്ന് എന്തായാലും അടിച്ച് പൊളിച്ചേക്കാം, അല്ലെങ്കിൽ നമുക്കൊരു വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് ഇന്ന് ചിലവ് നടത്താം കൂട്ടുകാരുമായിട്ട്. അപ്പോൾ ഒരു ബിഞ്ച് സ്പെൻഡിങ് നടത്താതിരിക്കുക. നമ്മുടെ അതുപോലത്തെ എൻ്റർടൈൻമെൻറ്റും പ്ലാൻഡ് ആയിരിക്കണം. ആൻഡ് ഫൈനലി പോയിന്റ് നമ്പർ 5, നമ്മുടെ സ്കില്ല്. ഇന്ന് നമുക്ക് ഗിഗ് എക്കോണമി എന്നും മറ്റുമൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സൈഡായിട്ടുള്ള റവന്യൂ ഉണ്ടാക്കുക.